ഹലോ! അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല തകൃതിയായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഇവിടെ നല്ല മഴയാണ് കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേര് രാവിലെ പോകുന്ന സമയത്തും, വൈകുന്നേരം അവരെ വിട്ട് വരുന്ന സമയത്തും നല്ല മഴയാണ് കേട്ടോ. അപ്പൊ നമുക്കിന്ന് കുറച്ച് കപ്പയും മീനും വെക്കാം ട്ടോ. അപ്പൊ കപ്പയും മത്തിന്നാണ് വരണത്. പക്ഷെ മത്തിയല്ല, വറ്റയാണ്. അപ്പൊ നമ്മൾക്ക് വറ്റിച്ച് വെക്കുകയും ചെയ്യാം. കപ്പയും പുഴുങ്ങിയെടുക്കാം ട്ടോ. അപ്പൊ ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് ട്ടോ. അപ്പൊ ഞാൻ വറ്റ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പൊ നമുക്ക് വറ്റ മുളക് ചാറായിട്ട് വെക്കാം. അപ്പൊ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഉലുവയിട്ടു. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ടു. സവാള വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൊടികളെല്ലാനും വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. അപ്പോൾ അത് കറിക്ക് നല്ല കുറുകിയോണം കറി കിട്ടും കേട്ടോ. വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ചാറ് നല്ല കുറുകിയ പോലെ കിട്ടും. അപ്പോൾ അതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി വെള്ളമൊഴിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സവാള വഴണ്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. കുടംപുളി ഇട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഉപ്പ് ചേർത്തു. ഉപ്പ് നേരത്തെ ചേർത്തതാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീൻ പെറുക്കിയിട്ടതിന് ശേഷം അതൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാനായിട്ട്. അതിനുശേഷം നമുക്ക് ചട്ടി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ച് അതൊന്ന് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കപ്പ നന്നാക്കി എടുക്കാം കേട്ടോ. കപ്പ നന്നാക്കി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും വെള്ളവും ഒക്കെ ചേർത്ത് കപ്പ കുക്കറിലിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 2 വിസിൽ കേട്ടു കേട്ടോ. കപ്പ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുളക് ചാറൊക്കെ ഒഴിക്കുമ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് കുഴയണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇപ്പുറത്ത് മീൻകറിയും നല്ലതായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ കപ്പയും വറ്റിച്ച് വെച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കപ്പയും ആ മുളക് ചാറും എല്ലാം കൂടി മിക്സ് ചെയ്താണ്ട് കഴിക്കാനായിട്ട്. ഇന്നലെ വെച്ച കറി അപ്പോൾ തന്നെ തീർന്നു പോയി കേട്ടോ. വൈകുന്നേരമാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം.